ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. അറിവിന്റെ പേടകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടുത്ത ചോദ്യം, കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. അവയിൽ നിന്നും തെറ്റായ പ്രസ്താവന മാത്രം കണ്ടുപിടിക്കുക, തിരഞ്ഞെടുക്കുക. ഏതാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന? നമുക്ക് നോക്കാം. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്നത് 2007 മെയ് 4-നാണ്. ശരിയാണോ? ശരിയാണ്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ പരിസ്ഥിതി വനം വകുപ്പ് മന്ത്രി ആയിരിക്കും. ശരിയാണോ? പരിസ്ഥിതി വനം വകുപ്പ് മന്ത്രി ആണോ? ശരിയാണോ? തെറ്റാണ്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ റവന്യൂ വകുപ്പ് മന്ത്രി ആയിരിക്കും. ഓക്കെ, പരിസ്ഥിതി ദുരന്ത നിവാരണമല്ല, റവന്യൂ മന്ത്രിയാണ്. സജിത്തെ ശരി ഉത്തരം കേട്ടോ. ദുരന്ത നിവാരണ അതോറിറ്റി ആരംഭിച്ച ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനമാണ് നമ്മുടെ കൊച്ചു കേരളം. ഓക്കെ അല്ലേ? ശരിയാണ്. ജലം, കാലാവസ്ഥ എന്നിവയുമായി ബന്ധപ്പെട്ട എന്നിവയുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങൾ, ഭൂമിശാസ്ത്രപരമായ ദുരന്തങ്ങൾ, ആണവ ദുരന്തങ്ങൾ എന്നിവയെല്ലാം തന്നെ ഈ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കീഴിൽ വരുന്നതാണ്. ശരിയാണോ? ഇതും ശരിയായ പ്രസ്താവന. ചോദ്യം എന്തായിരുന്നു? ഇതുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന. ഏത് മാത്രമാണ് തെറ്റായ പ്രസ്താവന? ഓപ്ഷൻ ബി ആണ്. 2 മാത്രമാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന. അല്ലെ? ഇതിന്റെ ആസ്ഥാനം എവിടെയാണ്? നമ്മുടെ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആസ്ഥാനം എവിടെയാണ്? ഒബ്സർവേറ്ററി ഹിൽസ് ആണ്, വികാസ് ഭവനില്. ഇതിന്റെ ചെയർമാൻ എപ്പോഴും മുഖ്യമന്ത്രി ആയിരിക്കും. വൈസ് ചെയർമാൻ ആരാണ്? റവന്യൂ മന്ത്രിയാണ്. പരിസ്ഥിതി വനം വകുപ്പ് അല്ല. ഓക്കെ അല്ലേ? പരമാവധി 10 അംഗങ്ങൾ ഉണ്ട്. ഇപ്പോൾ നിലവിൽ 7 അംഗങ്ങളാണ് ഉള്ളത്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? യെസ്, തിരുവനന്തപുരത്താണ്. അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്നവയെ ശരിയായി ക്രമപ്പെടുത്തുക. അല്ലെ? ഒരു സമയത്ത്, അതായത് കഴിഞ്ഞ വർഷത്തെ മുൻ വർഷം പ്രളയം ഉണ്ടായപ്പോഴാണ് ഈ പറഞ്ഞ അലേർട്ടുകളൊക്കെ, ഇനിയിപ്പോ അങ്ങോട്ട് മഴക്കാലം തുടങ്ങിയാല് ഈ പറയുന്ന അലേർട്ടുകളൊക്കെ നമുക്ക് ആസ് യൂഷ്വൽ ആവും അല്ലെ? അപ്പൊ അലേർട്ടുകളുമായിട്ട് ബന്ധപ്പെട്ട ചെറിയൊരു മാച്ച് ദ ഫോളോയിങ് ആണ്. സിമ്പിൾ ആണ്. റെഡ് അലേർട്ട്, ഓറഞ്ച് അലേർട്ട്, ഗ്രീൻ അലേർട്ട്, യെല്ലോ അലേർട്ട്. അപ്പോ ഈ അലേർട്ടുകളെല്ലാം അതിന്റെ മഴയുടെ നിരക്കുമായിട്ട് ബന്ധിപ്പിച്ചാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഏതാണ്? വേഗം ഒന്ന് മാച്ച് ചെയ്ത് ഏതാണ് ശരി ഉത്തരമായിട്ട് വരുന്നത് നമുക്ക് നോക്കാം. എന്താണ് റെഡ് അലർട്ട് വന്നാൽ? റെഡ് അലർട്ട് നമുക്കറിയാം, കർശനമായിട്ടുള്ള നമ്മളോട് കർശന സുരക്ഷാ നിർദ്ദേശങ്ങൾ തരുന്ന അലേർട്ട് ആണല്ലേ റെഡ് അലേർട്ട്. ഓറഞ്ച് എന്താ? അതായത് റെഡ് അലേർട്ടിന്റെ അത്രയില്ല, എങ്കിൽ കൂടിയും ഒരു കുറഞ്ഞ രീതിയിൽ അല്ലെ, അതിനേക്കാൾ കുറവ്, അതീവ മുൻകരുതൽ ജാഗ്രത തന്നെ വേണം. ഓക്കെ. യെല്ലോ അലേർട്ട് കാലാവസ്ഥയെ മുൻകരുതലോടെ സമീപിക്കേണ്ട അവസ്ഥയാണ്. ഗ്രീൻ അലേർട്ട് എന്ന് വെച്ചാൽ നമുക്ക് വലിയ കാര്യത്തിൽ പേടിക്കേണ്ട സാഹചര്യമൊന്നുമില്ല, നേരിയ തോതിലുള്ള മഴ വരും എന്നതിന്റെ ഒരു സൂചന മാത്രമാണ്. അടുത്തത് വൈറ്റ് അലേർട്ട്. ഏതാ? വൈറ്റ് അലേർട്ടും കൂടി ഉണ്ട് ഇതല്ലാണ്ട് കേട്ടോ. വൈറ്റ് അലേർട്ട് ഒരു കുഴപ്പമില്ല, മഴയില്ലാത്ത ചാറ്റൽ മഴ, വെറുതെ നമുക്കൊരു അലേർട്ട്, മഴയുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അലേർട്ടാണ് അല്ലെ. ഏതാണ് ശരി ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ശരി ഉത്തരം. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ശരി ഉത്തരം. ഓപ്ഷൻ ഡി ആണ്. ഡി അല്ലേ? ഓപ്ഷൻ ഡി. എത്ര പേര് പറഞ്ഞു? 3 പേര് ഓപ്ഷൻ ഡി ഉത്തരം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. റെഡ് അലേർട്ട് കർശന സുരക്ഷാ നടപടിയാണ് അല്ലെ. ഇനി യെല്ലോ അലേർട്ട്, ഓറഞ്ച് അലേർട്ട് എന്താണ്? ഓറഞ്ച് അലേർട്ട് അതായത് 115 മുതൽ 204 വരെ മഴയ്ക്ക് സാധ്യതയുണ്ട് അല്ലെ, അത്രയും മില്ലിമീറ്റർ വരെ മഴയ്ക്ക് സാധ്യതയുണ്ട്. അതുപോലെ ഗ്രീൻ അലേർട്ട് എന്താണ്? ഗ്രീൻ അലേർട്ട് 15.6 മുതൽ 64.4 വരെ. യെല്ലോ അലേർട്ട് എന്താണ്? ഇതാണ്. ഓക്കെ അല്ലേ? ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അപ്പൊ റെഡ് അലേർട്ട് ആണ് ഏറ്റവും കർശനമായിട്ടുള്ള മുൻകരുതൽ എന്ന് മനസ്സിലാക്കി എടുക്കുക. വൈറ്റ് അലേർട്ട് ഉണ്ട്, അത് നേരിയ ചാറ്റൽ മഴയെ സൂചിപ്പിക്കുന്നു. ആ അലേർട്ട് കണ്ട് ആരും പേടിക്കേണ്ട കാര്യമില്ല. ഓക്കെ,
കേരള ദുരന്ത നിവാരണത്തിൽ നടപടിയെടുക്കാൻ നിർദ്ദേശിച്ചിട്ടുള്ള ശരിയായ ക്രമം എഴുതുക. അല്ലെ, നമുക്കറിയാം, അതായത് ദുരന്ത നിവാരണം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്, അതായത് നമുക്ക് ഒരിക്കലും അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരു ഇവന്റ് ആണല്ലോ നടക്കുന്നത്. അപ്പൊ പെട്ടെന്ന് അതിനെ എന്ത് ചെയ്യണം, പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ നമ്മൾ ചെയ്യണം. അപ്പൊ അതിന് എന്ത് വേണം, ഒരു ചെറിയ ക്രമമുണ്ട്, ചിട്ടയായിട്ടുള്ള ഒരു ക്രമമുണ്ട് അല്ലെ. പ്രിപ്പയർനെസ്, റെസ്പോൺസ്, റിക്കവറി, മിറ്റിഗേഷൻ, അങ്ങനെ പല ഘട്ടങ്ങളുമുണ്ട്. അപ്പൊ നമ്മൾ ചോദിച്ചത് ആ നടപടി എടുക്കുന്നതിന്റെ കൃത്യമായിട്ടുള്ള ഘട്ടം ഏതാണ്, അല്ലെങ്കിൽ ക്രമം ഏതാണെന്നാണ്. ആദ്യം ലഘൂകരണമാണോ, വീണ്ടെടുക്കലാണോ, പ്രതികരണമാണോ, തയ്യാറെടുപ്പാണോ? ഏതാണ് ഇതിൽ ആദ്യം വരിക, അവസാനം വരിക? ഏതാണ് ശരി ഉത്തരമായിട്ട് വരുന്നത്? എ, ബി, സി, ഡി, ഏതാ? ഓപ്ഷൻ സി ആണ് അല്ലെ. ഓപ്ഷൻ സി ആണ്. സിയും ഓപ്ഷൻ ബിയും ഒരേതായി പോയിട്ടാ, സോറി. അപ്പൊ നമുക്ക് ഒരു ഓപ്ഷൻ കട്ട് ചെയ്യാം. ഓപ്ഷൻ ബിയും സിയും ഒന്നാണ് ട്ടാ. അതായത് ആദ്യം ഏതാ വരുന്നത്? ആദ്യം നമ്മൾ തയ്യാറെടുപ്പ്, പിന്നെ പ്രതികരണം, പിന്നെ വീണ്ടെടുക്കൽ, ലാസ്റ്റ് ആണ് ലഘൂകരണം. ഇതാണ് നമ്മൾ എന്തൊരു ദുരന്തം സംഭവിച്ചാലും ആ ദുരന്തത്തിനെതിരായിട്ട്, ആ ദുരന്തത്തിനുള്ള നിവാരണം എന്ന രീതിയിൽ നമ്മൾ എടുക്കേണ്ട പ്രതിരോധ പരിപാടികൾക്കുള്ള ക്രമമാണ്. അതായത് ആദ്യം തയ്യാറെടുപ്പ് നടത്തുക, പിന്നെ പ്രതികരണം, പിന്നെ വീണ്ടെടുക്കൽ, പിന്നെ ലഘൂകരണം. ഓക്കെ അല്ലേ? ഓപ്ഷൻ സി ആണ് നമ്മുടെ ശരിയായ ഉത്തരം. അടുത്തത്, ചുവടെ കൊടുത്തിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ അതുമായി ബന്ധപ്പെട്ട ദുരന്തം ഏതാണെന്ന് കണ്ടുപിടിക്കുക. ഈ ഒരു സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് ഏത് തരം ദുരന്തമാണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഒന്നാമത്തെ ക്ലൂ ആണേ, 30 ഡിഗ്രി വടക്ക് അക്ഷാംശ രേഖയ്ക്കും 30 ഡിഗ്രി തെക്ക് അക്ഷാംശ രേഖയ്ക്കും ഇടയിലായി വീശുന്ന അതിശക്തമായ കാറ്റാണ് ഇത്. ഇവ മൺസൂൺ കാലങ്ങളിൽ 10 ഡിഗ്രി മുതൽ 15 ഡിഗ്രി വരെ വടക്ക് അക്ഷാംശത്തിൽ രൂപം കൊള്ളുന്നു. സമുദ്രത്തിൽ നിന്ന് അകലം കൂടുന്നതിനനുസരിച്ച് അവയുടെ ശക്തി എന്ത് ചെയ്യുന്നു? കുറഞ്ഞു വരുന്നു. എന്തിനെ കുറിച്ചുള്ള പ്രസ്താവനയാണിത്? വെള്ളപ്പൊക്കമാണോ, ചക്രവാതങ്ങളാണോ, സുനാമിയാണോ, ഭൂകമ്പമാണോ? ഏതാണ്? എന്തുമായി ബന്ധപ്പെട്ടതാണ്? ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊള്ളുന്നതാണെന്ന് വേണമെങ്കിൽ അടുത്തൊരു ക്ലൂ തരാം. പൊതുവെ ഒക്ടോബർ, നവംബർ മാസങ്ങളിലാണ് ഉണ്ടാകുന്നത്. അതും വേണമെങ്കിൽ ഒരു ക്ലൂ ആയി പറയാം. ആർദ്ര ഉഷ്ണവായു പുറന്തള്ളുന്ന ലീന താപത്തിൽ നിന്ന് ഇത് ഉണ്ടാകുന്നു എന്നും കൂടി കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ഇപ്പൊ ഉറപ്പിക്കാം അല്ലെ. ചക്രവാതങ്ങളെ പറ്റിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്, ചക്രവാതങ്ങളെ സംബന്ധിച്ച സൂചനകളാണ് ഇവയെല്ലാം. ഓക്കെ അല്ലേ? അപ്പൊ ദുരന്ത നിവാരണ അതോറിറ്റി പഠിച്ചല്ലോ. അടുത്ത ചോദ്യം, NIDM കുറിച്ചുള്ള പ്രസ്താവനകളിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുക്കുക. അല്ലെ, എന്താണ്? അതായത് NIDM, പേടിക്കണ്ട, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആണ്. NIDM എന്ന് കണ്ടാൽ വേറൊന്നും വിചാരിച്ചു പെട്ടെന്ന് ടെൻഷൻ ആവണ്ട. അപ്പോ NIDM കുറിച്ചുള്ള പ്രസ്താവനകളിൽ നിന്ന് ശരിയായവ പറഞ്ഞോളൂ. 1995 നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് സ്ഥാപിതമായത്. ശരിയാണോ? ശരിയാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റിനെ പറ്റി പരാമർശിക്കുന്ന ദേശീയ ദുരന്ത നിവാരണത്തിലെ വകുപ്പാണ് ആർട്ടിക്കിൾ 42. അതും ശരിയായ പ്രസ്താവനയാണ്. ദുരന്ത നിവാരണത്തിൽ ഗവേഷണവും ഡോക്യുമെന്റേഷനും ഏറ്റെടുക്കുക, പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുക എന്നതെല്ലാമാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. ശരിയാണോ? ശരിയാണ്. അപ്പൊ ഏതൊക്കെയാണ് ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം? ഏതാണ് ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം? NIDM പറ്റിയിട്ട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഡിസാസ്റ്റർ മാനേജുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെല്ലാമാണ്? എല്ലാം ശരിയാണ് അല്ലെ. ഏതാ? അപ്പൊ നമ്മുടെ ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. എല്ലാം ശരിയാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഡിസാസ്റ്റർ മാനേജുമായി ബന്ധപ്പെട്ട എല്ലാ പ്രസ്താവനകളും എന്താണ്? ശരിയാണ്. അടുത്ത ചോദ്യം, ദേശീയ ദുരന്ത നിവാരണ പദ്ധതി 2016 പ്രകാശനം ചെയ്തത് ഏത് പ്രധാനമന്ത്രിയുടെ കാലത്താണ്? ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഉത്തരമാണ്. 2016 വർഷമൊക്കെ ഞാൻ തന്നിട്ടുണ്ട്. വേഗം ഉത്തരം പറഞ്ഞോ. ഏതാണ്? ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവില്ല അല്ലെ.
2016 ആരാണ് പ്രധാനമന്ത്രിയായിരുന്നത്? ഓപ്ഷൻ ബി ആണ്. എല്ലാവരും ശരി ഉത്തരാണ് കമന്റ് ചെയ്തത്. നരേന്ദ്രമോദി ആയിരുന്നു അല്ലെ. ദേശീയ ദുരന്ത നിവാരണ പദ്ധതി 2016 പ്രകാശനം ചെയ്തത് നരേന്ദ്രമോദി ആണ്. ഓക്കെ അല്ലേ? അപ്പോ ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അടുത്ത ചോദ്യം ഭൗതിക മാറ്റങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അവയിൽ നിന്നും ശരിയായവ കണ്ടെത്തുക അല്ലെ. അതായത് കെമിസ്ട്രിയിലെ രാസമാറ്റങ്ങൾ, ഭൗതിക മാറ്റങ്ങൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇതാണ്. നോക്കിക്കോളൂ, ജലത്തിന്റെ 3 പ്രധാനപ്പെട്ട അവസ്ഥകളാണ് ഐസ്, ജലം, നീരാവി. ശരിയാണോ? ശരിയാണ്. അടുത്തത് നോക്കൂ, മെഴുക് ചൂടാക്കുന്നു, കുപ്പി പൊട്ടുന്നു, പേപ്പർ ചുരുട്ടുന്നു, ഇവയെല്ലാം ഭൗതിക മാറ്റങ്ങൾക്ക് ഉദാഹരണങ്ങളല്ലേ? ആണ്. അടുത്തത് നോക്കൂ, ഭൗതിക മാറ്റങ്ങളുടെ ഫലമായിട്ട് പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നു. തെറ്റാണ്. ഒരിക്കലും ഭൗതിക മാറ്റങ്ങൾ എന്തല്ല? പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാവുന്നില്ല. ഭൗതിക മാറ്റങ്ങളിലൂടെ പുതിയ പദാർത്ഥങ്ങൾ ഒരിക്കലും ഉണ്ടാവില്ല. അടുത്ത പ്രസ്താവന നോക്കൂ, ഭൗതിക മാറ്റങ്ങൾ സ്ഥിരമല്ല. ശരിയാണോ? ഭൗതിക മാറ്റങ്ങൾ എന്തല്ല? സ്ഥിരമല്ല. എപ്പോ വേണമെങ്കിലും അതിന് പൂർവസ്ഥിതി പ്രാപിക്കാവുന്നതാണ്. ചോദ്യം എന്താണ്? ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? ശരിയായ പ്രസ്താവന 1, 2, 4 തുടങ്ങിയവയാണ് ശരിയായ പ്രസ്താവന. നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. നമ്മളുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ശരിയായിട്ടുള്ള ആൻസർ. ഭൗതിക മാറ്റം എന്ന് പറഞ്ഞാൽ അവസ്ഥ, ആകൃതി, വലിപ്പം എന്നീ ഭൗതിക ഗുണങ്ങളിൽ വരുന്ന മാറ്റമാണ് ഭൗതിക മാറ്റം എന്നറിയപ്പെടുന്നത്. ഭൗതിക മാറ്റങ്ങൾ ഒരിക്കലും പുതിയ പദാർത്ഥം ഉണ്ടാക്കുന്നില്ല. അത് സ്ഥിരവുമല്ല. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? അടുത്ത ചോദ്യത്തിലോട്ട് കടന്നാലോ നമുക്ക്. ചുവടെ കൊടുത്തിരിക്കുന്ന ഉദാഹരണങ്ങളുടെ അടിസ്ഥാനത്തിൽ പദാർത്ഥത്തിന്റെ ഏതു മാറ്റവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് കണ്ടെത്തുക അല്ലെ. ഉദാഹരണങ്ങൾ വേഗം നോക്കിക്കോളൂ. ഇരുമ്പുകൾ തുരുമ്പെടുക്കുന്നു, വസ്ത്രങ്ങൾ വെയിലേറ്റ് മങ്ങുന്നു, ചോറ് അല്പനേരം തുടർച്ചയായി ചവയ്ക്കുമ്പോൾ മധുരം അനുഭവപ്പെടുന്നു, പാല് പുളിച്ച് തൈരാകുന്നു. ഇത് ഏതു തരം മാറ്റത്തിന് ഉദാഹരണമാണ്? രാസമാറ്റമാണോ, ഭൗതിക മാറ്റമാണോ, അതോ യാന്ത്രിക മാറ്റം? ഏത് മാറ്റമാണിത്? ശരിയായിട്ടുള്ള ഉത്തരം ഏതാണ്? അതായത് ഇവിടെ എന്താണെന്നറിയോ, പദാർത്ഥങ്ങൾ പൂർണ്ണമായിട്ടും എന്തായി മാറുന്നു? മറ്റൊരു പദാർത്ഥമായിട്ട് മാറുകയാണ് അല്ലെ. അതായത് ഒരു പദാർത്ഥം ഊർജം സ്വീകരിക്കുകയോ പുറത്തുവിടുകയോ ചെയ്ത് പുതിയ പദാർത്ഥങ്ങളുമായിട്ട് മാറുന്ന ഒരു പ്രക്രിയയാണ്. അപ്പൊ പാൽ എന്ന് പറഞ്ഞാൽ ഒരു പദാർത്ഥമാണ്. അതെന്ത് ചെയ്യുന്നു? പുളിക്കുമ്പോൾ വേറൊരു പദാർത്ഥമായി മാറുന്നതാണ് തൈര് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഈ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ ഏത് തരം മാറ്റത്തിന് ഉദാഹരണമാണ്? ഓപ്ഷൻ എ ആണ് നമ്മുടെ ശരി ഉത്തരം. രാസമാറ്റമാണ് അല്ലെ. ഓപ്ഷൻ എ ആണ്. രാസമാറ്റങ്ങൾ സ്ഥിരമാണ്. അത് മാത്രമല്ല, രാസമാറ്റത്തിലൂടെ പുതിയ പദാർത്ഥങ്ങൾ രൂപം കൊള്ളുന്നു. അടുത്തത്, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് രാസപ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഓക്കെ, നോക്കിക്കോളൂ. രാസപ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ. ആന്റോയിൻ ലവോസിയ ആണ് മാസ് സംരക്ഷണ നിയമം ആവിഷ്കരിച്ചത്. ശരിയോ തെറ്റോ? മാസ് സംരക്ഷണ നിയമം ആന്റോയിൻ ലവോസിയ. ശരിയാണ്. ഒരു രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന വസ്തുക്കൾ അഭികാരകങ്ങൾ എന്നറിയപ്പെടുന്നു. ശരിയല്ലേ? ശരിയാണ്. അടുത്തത്, രാസപ്രവർത്തനത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന വസ്തുക്കൾ ഉൽപ്പന്നങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. അതും ശരിയാണ്. ഉൽപ്പന്നങ്ങൾ അഭികാരകങ്ങളായി മാറുന്ന പ്രതിഭാസമാണ് പുരോപ്രവർത്തനം. ആണോ? തെറ്റാണ്. ഉൽപ്പന്നങ്ങൾ അഭികാരകങ്ങളായി മാറുന്ന പ്രവർത്തനത്തെ അല്ലെങ്കിൽ ആ ഒരു പ്രതിഭാസത്തെ പശ്ചാത് പ്രവർത്തനം എന്നാണ് പറയുന്നത് അല്ലെ. പശ്ചാത് പ്രവർത്തനമാണ്. അപ്പൊ ഇതിൽ ഏതാണ് തെറ്റായ പ്രസ്താവന? ഏതാണ്? 4 മാത്രമാണ്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ശരി ഉത്തരം. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ ലോഹങ്ങൾ ഏതാണെന്ന് തിരിച്ചറിയുക. മൃദുലോഹങ്ങൾ എന്നറിയപ്പെടുന്നു. സാന്ദ്രത ഏറ്റവും കുറഞ്ഞ ലോഹങ്ങളാണ്. ഡൊബറൈനറുടെ ത്രികങ്ങളിൽ ഉൾപ്പെടുന്നു. വേഗം ആൻസർ കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു.
താഴെ കൊടുത്തിരിക്കുന്നത് ഏതൊക്കെയാണ് മൃദുലോഹങ്ങൾ എന്നറിയപ്പെടുന്നത്? ഏതൊക്കെയാണ് മൃദുലോഹങ്ങൾ? വേഗം പറഞ്ഞേ, ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ, ലിഥിയം, പൊട്ടാസ്യം, സോഡിയം. ലിഥിയം, പൊട്ടാസ്യം, സോഡിയം ആണ് നമ്മുടെ ശരി ഉത്തരം. ഇതാണ് ഡൊബറൈനറുടെ തൃകങ്ങളിൽ ഉൾപ്പെടുന്നത് അല്ലെ. അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുക്കുക. പ്രകൃതിയിൽ കാണുന്ന ഏറ്റവും സ്ഥിരതയുള്ള പദാർത്ഥമാണ് ലെഡ്. ശരിയാണോ? ശരിയാണ്. കളിമണ്ണിൽ ധാരാളം അടങ്ങിയിരിക്കുന്നതാണ് അലുമിനിയം. ശരിയല്ലേ? ശരിയാണ്. ഏറ്റവും സ്ഥിരതയുള്ള ഐസോടോപ്പുകളുള്ള മൂലകങ്ങളാണ്, ഏറ്റവും സ്ഥിരതയുള്ള ഐസോടോപ്പുള്ള മൂലകമാണ് ടിന്ന്. ടിന്നിന് എത്ര ഐസോടോപ്പ് ഉണ്ട്? 10 ഐസോടോപ്പ് ഉണ്ട് അല്ലെ. ഭാവിയുടെ ലോഹം എന്നറിയപ്പെടുന്നത് ടൈറ്റാനിയം ആണ്. ഭാവിയുടെ ലോഹം എന്നറിയപ്പെടുന്നത് ഏതാണ്? ടൈറ്റാനിയം ആണ്. ഏതാണ് ശരി ഉത്തരം? ഇവയെല്ലാം ശരിയാണ്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, ഓസ്കാർ ശില്പം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹ സങ്കരം ഏതാണ്? ഏതാണ് ഓസ്കാർ ശില്പം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത്? വേഗം പറഞ്ഞോ. ഇതൊരു കഴിഞ്ഞ ഒരു പ്രീവിയസ് എക്സാമിന്റെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഏതാണ് ഓസ്കാർ ശില്പം? ഓപ്ഷൻ ഡി ആണ്. ആരൊക്കെയോ ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ബ്രിട്ടാനിയം. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, ചേരുംപടി ചേർക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ, ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. പിച്ചള, സിലുമിൻ, ഫ്യൂസ് വയർ, ഇലക്ട്രോൺ. അപ്പൊ ഇതൊക്കെ ഇതിന്റെ എന്താ പറയുക ലോഹ സങ്കരങ്ങളുമായിട്ട് ചേരുംപടി ചേർക്കാണ്. ഏതാണ് ശരി ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഏതാണ്? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ശരി ഉത്തരം അല്ലെ. ഓപ്ഷൻ ബി ആണ് അല്ലെ. പിച്ചള കോപ്പറും സിങ്കും കൂടിയുള്ള പ്രോഡക്റ്റ് ആണ്. സിലുമിൻ എന്ന് പറയുന്നത് ഏതാണ്? സിലിക്കണും അലുമിനിയവുമാണ്. ഫ്യൂസ് വയർ ഏതാണ്? ഫ്യൂസ് വയർ ടിന്നും ലെഡും, ഇലക്ട്രം ഗോൾഡും സിൽവറും. നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. കിട്ടിയല്ലോ എല്ലാവർക്കും. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ ലോഹം ഏതാണെന്ന് തിരിച്ചറിയുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഭൂമിയുടെ ഉൾക്കാമ്പിൽ കൂടുതലായി കാണപ്പെടുന്ന ഒരു ലോഹമാണ്. പ്രകൃതിയിൽ ഒരിക്കലും ശുദ്ധരൂപത്തിൽ കാണപ്പെടാത്ത ലോഹമാണ്. ഭൂമിയുടെ പിണ്ഡത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹമാണ്. ഏതാണ്? ഓപ്ഷൻ എ ആണ്. ഏതാണ്? ഇരുമ്പാണ് നമ്മുടെ ശരി ഉത്തരം അല്ലെ. ഭൂമിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നു, ഉൾക്കാമ്പിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു ലോഹം, ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ലോഹമാണ്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, സഹകരണ ബാങ്കിൽ നിക്ഷേപങ്ങൾക്ക് 9% പലിശയാണ്. രവി ബാങ്കിൽ നിന്നും 30,000 രൂപ നിക്ഷേപിച്ചു. ഒരു വർഷം കഴിയുമ്പോൾ എത്ര രൂപ കിട്ടും? അല്ലെ. ചോദ്യം വളരെ സിമ്പിൾ ആണ്. സാധാരണ പലിശ നിരക്കുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. അപ്പൊ നമുക്ക് നമ്മുടെ ഇക്വേഷൻ, സാധാരണ പലിശ നിരക്കുകൾ കാണാനുള്ള ഇക്വേഷൻ I = PNR/100 ആണ് അല്ലെ. കിട്ടിയല്ലോ? ചോദ്യം കിട്ടിയല്ലോ. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ഈ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം അല്ലെ. P ഇവിടെ എത്രയാണ്? പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാ കൊടുത്തിരിക്കുന്നത്? 30,000 രൂപ അല്ലെ. ഇൻറ്റു എത്രയാണ്? ഒരു വർഷത്തേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് ചോദ്യത്തില്. 9% പലിശ നിരക്ക് എന്നുണ്ട്. ഡിവൈഡഡ് ബൈ 100 ചെയ്യുക. എത്ര കിട്ടി? 300 × 9 എത്രയാ നമുക്ക് വരുന്നത്? എത്ര കിട്ടി? 2700 എന്ന് ഉത്തരം കിട്ടും. ഉറപ്പല്ലേ? 2700 ആണ് എന്തെന്ന് പറയുന്നത്? പലിശ നിരക്ക്. പലിശ എന്ന് പറയുന്നത് എത്രയാണ്? 2700 ആണ്. അപ്പോൾ ഒരു വർഷം കഴിയുമ്പോൾ എത്ര കിട്ടുന്നല്ലേ നമ്മുടെ ചോദ്യം. അപ്പൊ 30,000 രൂപയുടെ കൂടെ ഏത് കൂട്ടുക? 2700 കൂടി ആഡ് ചെയ്യുക. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 32,700 രൂപ. ഏതാണ് നമ്മുടെ ആൻസർ? ഓപ്ഷൻ ബി ആണ്. 32,700 എന്ന് നമുക്ക് ആൻസർ കിട്ടി അല്ലേ. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, ഞാൻ ആൻസർ കഴിയുമ്പോഴേക്കും നിങ്ങൾ ചെയ്തോട്ടോ. ഗുഡ്. അടുത്ത ചോദ്യം, 5% വാർഷിക നിരക്കിൽ കൂട്ടുപലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ സുമേഷ് 10,000 രൂപ നിക്ഷേപിച്ചു. 2 വർഷം കഴിയുമ്പോൾ അയാൾക്ക് എത്ര രൂപയാണ് തിരികെ ലഭിക്കുന്നത്? അല്ലെ.
ഇവിടെ നമ്മൾ എന്താണ് ഇവിടെ സാധാരണ പലിശയല്ല, ഇവിടെ എന്താണ് കൂട്ടുപലിശയാണ് അല്ലെ. ഇവിടെ നമ്മൾ കൂട്ടുപലിശയാണ് കണക്കാക്കുന്നത്. അപ്പോ എത്രയാണ് പറയൂ, 5% വാർഷിക പലിശ നിരക്ക് തന്നിട്ടുണ്ട്. അതുപോലെ 10,000 രൂപ P തന്നിട്ടുണ്ട്, 2 വർഷം തന്നിട്ടുണ്ട് അല്ലെ, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട്. അപ്പൊ ഇത് വെച്ച് നമ്മൾ എന്താ ഇനി കണ്ടുപിടിക്കേണ്ടത്, കൂട്ടുപലിശയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ കൂട്ടുപലിശ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്, A is equal to P into 1 plus RA/100th N അല്ലെ. ഇതാണ് നമ്മൾ കൂട്ടുപലിശ കണ്ടുപിടിക്കാനുള്ള നമ്മുടെ ഇക്വേഷൻ. ഉറപ്പല്ലേ? അപ്പൊ ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണമെങ്കിൽ എത്രയാണ് അദ്ദേഹത്തിന് 2 വർഷം കഴിയുമ്പോൾ 10,000 രൂപ നിക്ഷേപിച്ചു, 5% വാർഷിക കൂട്ടുപലിശ കണക്കാക്കുന്ന ബാങ്ക് ആണ്, അതിന് എത്ര രൂപയായിരിക്കും കിട്ടുക എന്ന് കണ്ടെത്താനായിട്ട് നമുക്ക് ഡയറക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം അല്ലെ. അപ്പൊ A കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ പ്രിൻസിപ്പൽ എമൗണ്ട് എത്ര പറയുന്നുണ്ട്, 10,000 രൂപ എന്ന് പറയുന്നുണ്ട്. അപ്പോ 1 plus 5 ആണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, 100 ഡിവൈഡഡ് ബൈ 2 ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ കിട്ടും, 1 പ്ലസ് ഇട്ടില്ല അല്ലെ. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ ചെയ്യാൻ പറ്റും, A സമം 10,000, ആൻസർ കിട്ടിയോ, 10,000 ഇൻറ്റു അപ്പൊ 1 100 105 ഡിവൈഡഡ് ബൈ 100 പ്ലസ് ഇവിടെ ഒരു 105, കാരണം ഇവിടെ സ്ക്വയർ അല്ലേ, അതുകൊണ്ട് വീണ്ടും 100 ചെയ്തു അല്ലെ. അപ്പൊ നമുക്ക് ഇനി ഡയറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ നമുക്ക് ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എത്രയാ നമുക്ക് ആൻസർ കിട്ടുക, 11.25 അല്ലെ, 11,025, 11,125. ഏതാണ് നമ്മുടെ ആൻസർ, ഓപ്ഷൻ ബി ആണ്. ഡയറക്റ്റ് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടും. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം, 5% വാർഷിക നിരക്കിൽ ഒരു തുകയ്ക്ക് 2 വർഷത്തേക്ക് സാധാരണ പലിശയായിട്ട് 200 രൂപ ലഭിച്ചു. അതേ തുകയ്ക്ക് അതേ നിരക്കിൽ 2 വർഷത്തേക്ക് ലഭിക്കുന്ന കൂട്ടുപലിശ എത്രയാണ്? അപ്പൊ നമ്മൾ ഇവിടെ 2 രീതിയിൽ കണക്കാക്കണം. നമ്മൾ സാധാരണ പലിശയായിട്ട് നമുക്ക് 200 രൂപ ലഭിച്ചു എന്ന് പറയുന്നുണ്ട്. ഇനി അതേ തുകയ്ക്ക് നമ്മൾ എത്രയാണ് കൂട്ടുപലിശ എന്നും കൂടി നമ്മൾ കണക്കാക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ ഈ ഒരേ പ്രോബ്ലത്തിന് നമ്മൾ 2 ഇക്വേഷൻ ഇട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യം സാധാരണ പലിശ ഇട്ട് ചെയ്ത് നോക്കാം. സാധാരണ പലിശ നമുക്ക് അറിയാലോ, I is equal to PNR/100. എന്താ ചെയ്യാ, PNR/100 ആണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നമുക്ക് I തന്നിട്ടുണ്ട്. I എത്രയാണ്, I is equal to 200 എന്ന് പറഞ്ഞു. ഉറപ്പല്ലേ, I എത്രയാണ്, 200 അല്ലെ. PNR/100 I നമുക്ക് തന്നു 200 ആണ്. അപ്പൊ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ഇനി P എത്രയാന്ന് കണ്ടുപിടിക്കാം അല്ലെ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. P സമം എന്ത് ചെയ്യാം, I into 100 ഡിവൈഡഡ് ബൈ NR ചെയ്താൽ പോരെ, മതിയല്ലോ അല്ലെ. അപ്പൊ എന്ത് ആൻസർ കിട്ടും, I എത്ര ഇവിടെ തന്നിരിക്കുന്നത്, I 200 രൂപ തന്നിട്ടുണ്ട് അല്ലെ. അപ്പോ I 200 into 100 ഡിവൈഡഡ് ബൈ N എത്രയാ നമ്മളോട് തന്നിരിക്കുന്നത്, N എത്രയാ പറഞ്ഞിരിക്കുന്നത്, 2 വർഷം അല്ലെ. അതുപോലെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണ്, 10. നമുക്ക് ഇത് ചെയ്യുമ്പോൾ ഡയറക്റ്റ് നമുക്ക് എത്ര ആൻസർ കിട്ടും, 2,000 രൂപ എന്നുള്ളത് ആൻസർ നമുക്ക് കിട്ടും. ഉറപ്പല്ലേ, കിട്ടി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, ഈ 2,000 രൂപയുടെ കൂട്ടുപലിശ എത്ര രൂപയാണ് എന്ന് കണ്ടുപിടിച്ചാൽ മതി അല്ലെ. അപ്പൊ ആ കൂട്ടുപലിശ കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് നമ്മൾ കൂട്ടുപലിശ കണക്കാക്കാനുള്ള നമ്മുടെ ഇക്വേഷൻ ഉണ്ടല്ലോ, A is equal to P into 1 plus R/100th N. N എന്ന് പറയുമ്പോൾ ഇവിടെ 2 തന്നെയാണ് അല്ലെ. അപ്പൊ നമ്മൾ ഈ ഇക്വേഷൻ ഇട്ട് പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് എത്രയാ ആൻസർ കിട്ടുന്നത്, ആൻസർ നമുക്ക് 2,205 കിട്ടും. അപ്പൊ ആ സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കാനായിട്ട് 2,205 മൈനസ് എത്ര ചെയ്താൽ മതി, 2,205 നിന്ന് 2,000 രൂപ മൈനസ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് 205 എന്ന് ഉത്തരം കിട്ടും. നമ്മുടെ ഉത്തരം ഏതാണ്, 205 ആണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.